തൃശൂർ മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലേക്ക് വീണ് 3 മരണം. കൊടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാം, ജോർജ്, മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, എപ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത്? ഈ കാറിൽ 3 പേർ മാത്രമാണോ ഉണ്ടായിരുന്നത്? ഗോപിക, ഇന്നലെ രാത്രി 10:30-ഓടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഈ ആളൂർ പോലീസും അതുപോലെ തന്നെ മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിൽ പോലും ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇത് കുത്തനെയുള്ള, അതായത് 40 അടി താഴ്ചയിലധികമുള്ള പാറമടയായിരുന്നു. ഈ റോഡിന് ഇരുവശവും പാറമടയാണ്. നിയന്ത്രണം വിട്ട് ഈ കാറ് പാറമടയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ സംഘത്തെ എത്തിച്ച് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ 1 മണിയോട് കൂടിയാണ് ഈ 3 പേരെയും പുറത്തെടുക്കുന്നത്. അന്നേരത്തേക്കും 3 പേരും മരിച്ച നിലയിലായിരുന്നു. പിന്നീട് ഇവരെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ ഈ ഒരാളെ, അതായത് ഈ ടിറ്റോയെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഘം പോകുന്നതിനിടയിലാണ് ഈ കാർ നിയന്ത്രണം വിട്ട് സുരക്ഷാ മതിൽ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഈ പാറമടയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെയും ഇത്തരത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടായ മേഖലയല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ പോലീസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ ഒന്നും ആദ്യഘട്ടത്തിൽ ഇവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സ്കൂബ സംഘം എത്തി നടത്തിയ തിരച്ചിലിൽ ഈ കാറിന്റെ ഡോർ തുറന്ന നിലയിലായിരുന്നു. പക്ഷെ 3 പേർക്കും ഈ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗോപിക, സൂരജ്, ഈ കാർ നിയന്ത്രണം വിട്ട് പാറമടയിലേക്ക് മറിയുകയായിരുന്നു അല്ലേ? ഒപ്പം തന്നെ ഇതൊരു അപകട സാധ്യതാ മേഖലയാണോ? സ്ഥിരം അപകടമൊക്കെ നടക്കുന്ന ഒരു മേഖലയാണോ? ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഈ പാറമടയ്ക്ക് ഇരുവശത്തും മതിൽ ഉൾപ്പെടെ നിർമ്മിച്ചിരുന്നു. പക്ഷേ ഈ വാഹനം നിയന്ത്രണം വിട്ട് ഈ മതിലിൽ ഇടിച്ച ശേഷം മതിൽ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാറമടയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാണ് ഈ കാർ അപകടത്തിൽപ്പെട്ടത്? ഈ വാഹനം ഓടിച്ചവർ ഈ ഉറങ്ങിപ്പോയിരുന്നു, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാം സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇന്ന് നടക്കും. പക്ഷേ ഇവർ പറയുന്നത് ഈ വാഹനം 50 അടി താഴ്ചയിലേക്ക് പോയത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി, ആളൂർ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ വാഹനം ഇത്രയും അടി താഴ്ചയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ സംഘത്തെ എത്തിച്ച് നടത്തിയ തിരച്ചിലിൽ ഒടുവിലാണ്, അതായത് 10:30-ക്കാണ് അപകടം നടക്കുന്നത്. 1 മണിയോട് കൂടി മാത്രമാണ് ഈ വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഏറെ മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യം, ആ ദൗത്യത്തിന് ശേഷം മാത്രമാണ് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ സമയത്തേക്ക് ഇവർ 3 പേരും മരിച്ചിരുന്നു. അത് കൊമ്പടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാം, അതുപോലെ തന്നെ ജോർജ്, മൂരിക്കാട് സ്വദേശിയായ ടിറ്റോ. ഈ ടിറ്റോയെ കൊണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊമ്പടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാമും ജോർജും ഇവിടെ നിന്ന് കുഴിക്കാട്ടുശ്ശേരിയിൽ കാറിൽ യാത്ര ശരി, തിരിച്ചത് സൂരജാണ് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃശൂരിൽ പാറമടയിലേക്ക് കാർ മറിഞ്ഞ് 3 പേരാണ് മരിച്ചത്.